മനസ്സിൽ ഗ്രാമത്തിന്റെ വിശുദ്ധി നിറയ്ക്കുന്ന കണിക്കൊന്ന. കണിക്കൊന്ന നമ്മുടെ മനസ്സിലേക്ക് നൽകുന്നത് പുതിയ പ്രതീക്ഷയുടെ ചിത്രമാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും മലയാളി ഗൃഹാതുരത്വത്തോടെ ഓർക്കുന്ന കണിക്കൊന്നയുടെ ദീപ്തമായ സ്മരണ. കണിക്കൊന്നയെക്കുറിച്ച് ഈ പുതുവർഷ ദിനത്തിൽ പരാമർശിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് മലയാളത്തിലെ ഓൺലൈൻ മാസികയായ കണിക്കൊന്ന.comന്റെ മുഖ്യ സാരഥിയായ ശ്രീ പാർവതിയാണ്. വിവരസാങ്കേതിക ഒക്കെ പുരോഗതിയുടെ ഈ കാലത്ത് കവിതയും സാഹിത്യവും കലയും ഒക്കെ ചർച്ച ചെയ്യുന്ന, മലയാളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇന്ന് ഏകദേശം ഒരു വർഷം പൂർത്തിയാവുന്ന കണിക്കൊന്ന നല്ല വായനക്കാരന് നിത്യേന പുതിയ പുതിയ വിവരങ്ങൾ, കലയെയും സാഹിത്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട് മലയാളിയുടെ സ്വന്തം ആയി മാറിയിരിക്കുകയാണ്. ശ്രീപാർവതിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ശ്രീപാർവതിക്ക് സ്നേഹത്തോടെ സ്വാഗതം. കണിക്കൊന്നയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം അല്ലേ? കണിക്കൊന്ന ഇപ്പം ഒരു വർഷമാവാൻ പോകുന്നു. അടുത്ത മാസത്തിൽ ഞാനും എന്റെ ഹസ്ബൻഡും കൂടി തുടങ്ങിയതാണ്. ഒരു വർഷമായിട്ടുള്ള ഒരു സ്വപ്നത്തിന്റെ ഒരു സാക്ഷാത്കാരമാണ്. അപ്പൊ പിന്നെ അതിലൂടെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പുതിയ പദ്ധതികൾ എന്തെങ്കിലും പുതിയതായിട്ട് ഇപ്പം ഓൺലൈനിന്റെ പ്രിന്റിനേക്കാൾ കൂടുതൽ ഫെസിലിറ്റി കൂടുതൽ ഓൺലൈൻ ഉണ്ടാകും. മൾട്ടിമീഡിയയുടെ ഒക്കെ സാധ്യത നമുക്ക് ഒരുപാട് ഉപയോഗിക്കാൻ കഴിയും. അപ്പം അങ്ങനെയുള്ളൊരു കൂടുതൽ വെച്ചിട്ടാണ്. പിന്നെ കണിക്കൊന്ന എന്നുള്ള ഒരു നൊസ്റ്റാൾജിക് ആദ്യം ഒരു പേര് തന്നെ ആദ്യം നമ്മൾ തന്നെ ഒരു പേര് പിന്നീടാണ് ഒരു മാഗസിൻ എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പം കൂടുതൽ സ്കോപ്പ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പബ്ലിക്കേഷൻസിനാണല്ലോ കൂടുതൽ. അപ്പം മാത്രമല്ല ലോകത്ത് എവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അതിനെ വായിക്കാനും പിന്നെ അങ്ങനെയാണ് കണിക്കൊന്ന തുടങ്ങിയത്. നിങ്ങൾ എന്തെങ്കിലുമാണ് ഇതിന്റെ ഒരു പ്രതികരണം എങ്ങനെയാ വായനക്കാർ? നല്ല പ്രതികരണമുണ്ട്. നമുക്ക് തന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ കൂടുതലും ഈ ഗൾഫ് മലയാളത്തിന് അവർക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. അപ്പം അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. കണിക്കൊന്നയ്ക്ക് തന്നെയുണ്ട്. പിന്നെ നമ്മളിപ്പോ ഈ ഓൺലൈനിന്റെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലൊക്കെ നടത്തുന്നുണ്ട്. അപ്പം നിങ്ങൾ മൊത്ത മേഖല എറണാകുളമാണോ നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങളിപ്പം കൂത്താട്ടോളം എന്ന് പറഞ്ഞിട്ട് കോട്ടയം ഡിസ്ട്രിക്റ്റ് ആണ്. പക്ഷെ ഒരു ബോർഡറായിട്ട് വരും എറണാകുളത്തിന്റെ. പാർവതിയും ഞാൻ എന്റെ കവിതകൾ കണ്ടിട്ടുള്ള പാർവതിയുടെ പാർവതി വന്നാൽ എഴുതുന്ന ഒരു കുട്ടിയാണെന്നുള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പാർവതി ഇന്ന് നമുക്കൊരു കവിത ചെല്ലാൻ തയ്യാറായിട്ടല്ലേ? പാർവതി എഴുതാ ഇന്നത്തെ ഒരു നമ്മള് വിത്തും കവിയും വിതമ്യം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വിഷയം. നമ്മൾ പുതിയ പ്രതീക്ഷയാണ് നമ്മൾ ഈ നവോത്സവത്തിൽ കൊടുക്കുന്നത്. അത്തരത്തിലുള്ളൊരു കവിതയായി ആണോ പാർവതി ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ കുറച്ച് നാൾ മുമ്പ് എഴുതിയ കവിതയാണ്. അപ്പം പുതുവത്സരത്തോടെ ബന്ധിച്ചതല്ല. എന്തായാലും സ്നേഹത്തോടെ ശ്രീ പാർവതിയെ കവിത അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിറം എന്നാണ് കവിതയുടെ പേര്. നീലയാണ് അവളുടെ കണ്ണിന്റെ നിറം, പരിശുദ്ധിയുടെയും. ദിനങ്ങളിൽ നിന്നും അവൾ വാൻഗോഗിനെ വിളിക്കും, മൈക്കലാഞ്ചലോയെ വിളിക്കും. അവർ വന്നുപോയി കഴിഞ്ഞാൽ അവൾ രമണനെ ഓർത്ത് കരയും. അവന്റെ സ്നേഹം, ഓളക്കുഴൽ സംഗീതം, അവൻ കണ്ട് അവളുടെ ആത്മാവായിരുന്നു. വസന്തത്തിലെ പകലിരവിന്റെ നിറമായിരുന്നു അന്ന് അവൾക്ക്. രാത്രികളിൽ ഓർമ്മയുടെ ചെറുകകളായിരുന്നു അവൻ അവൾക്ക്. അപ്പോൾ അവളുടെ കണ്ണിന് അസ്തമന സൂര്യന്റെ നിറം. ഒരിക്കൽ ഒരു മൂർച്ചയേറിയ കത്തിപ്പിടിയാണ് അവളുടെ ജീവിതം മാറ്റിയെഴുതിയത്. പിന്നീടാണ് അവൾ കലാകാരന്മാരെ കൂട്ടിന് വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം അവളുടെ കണ്ണിന്റെ നിറം വെളുപ്പായി, വിളറിയ വെളുപ്പ്. പിന്നീട് അവൾക്ക് മുന്നിലൂടെ അവൾ തന്നെ നിറങ്ങൾ കൊടുത്തവർ മൂളിപ്പാട്ടോടെ കടന്നുപോയി. മുറിവേറ്റ ശരീരത്തിന്റെ നിറം ഇരുണ്ടു വരുന്നത് അവൾ അറിഞ്ഞു. അവളുടെ രമണന്റെ പ്രാണൻ പുഴയിലേക്ക് ചാഞ്ഞു നിന്ന മാവിൻകൊമ്പിൽ തൂങ്ങിയാടിയതും അപ്പോൾ അവളുടെ കണ്ണുകൾ കാണുന്നുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ അവൾ ആ ചാഞ്ഞ മാവിൻകൊമ്പിലെ പച്ചിലകൾക്കുള്ളിലൂടെ മരത്തിന്റെ ഇളം തവിട്ടാർന്ന തടിയിലൂടെ അകത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ അവളുടെ കണ്ണിന് നിറമില്ലായിരുന്നു, അവൾക്കും നിറമില്ലായിരുന്നു. മഴ മൗനത്തിന്റെ വിങ്ങലാണ്.
നിന്നെ പൊതിഞ്ഞ് നിന്റെ ഗന്ധവുമായി ഇടനാഴികൾ കടന്നുവരുന്ന തണുപ്പിന്റെ മണം, മണ്ണിന്റെ മടിയിൽ നിറഞ്ഞു പെരുകുന്ന നീർക്കുമിളകൾ, മുറ്റത്തെ മഴവെള്ളത്തിലെ കടലാസു തോണിയിൽ രണ്ടുറമ്പുകൾ, നീയും ഞാനും. പെയ്യുന്ന മഴയിൽ ഉലയുന്ന തോണിയിൽ നമ്മൾ തനിച്ച്, തണുത്ത കാറ്റ് ഓർമ്മകളിലൂടെ കടന്നു പോകുന്നു. പ്രണയം തന്ന ജ്വരവും നനുത്ത നാണവും, ഒടുവിൽ കാലം കലാപമായപ്പോൾ നമുക്ക് മുന്നിൽ മഴ മഞ്ഞായി, നേർത്ത കുളിരുള്ള എല്ലാം ലയിപ്പിക്കുന്ന മഞ്ഞ്. ഇപ്പോൾ ഇറ്റുന്ന ഓരോ തുള്ളിയിലും നീ സാന്നിധ്യമാകുന്നു. പ്രണയത്തിന്റെ കുളിരുള്ള മഴയുമ്മകൾ തരുന്നു. എന്റെ മഴ നിനക്കായി. മൗനത്തിന്റെ തേങ്ങലുകളും തണുപ്പിന്റെ മണവും നീർക്കുമിളകളിലെ പ്രപഞ്ചവും ഒക്കെ നിനക്കായി, ഒപ്പം നേർത്ത മഴയായി.